നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. അർജുൻ എന്ന കേരളക്കരയുടെ സഹോദരൻ എന്നേക്കുമായി യാത്രയായിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ സംഭവങ്ങൾ അരങ്ങേറിയായിരുന്നു അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ സ്വവസതിയിൽ നടന്നത്. അർജുൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ അർജുൻ്റെ മകൻ നിർത്താതെ അലമുറയിട്ട് കരയുന്ന കാഴ്ച മലയാളികളുടെ കണ്ണുകൾക്ക് മറക്കാനാകില്ല. വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ അരങ്ങേറിയത്. മാസങ്ങൾക്ക് മുമ്പ് കാണാതായ അർജുൻ്റെ ജീവനോടെയുള്ള തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കാത്ത മലയാളികൾ ഉണ്ടാകാനിടയില്ല. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ ഒരു അടയാളമായി മാറിയിരിക്കുന്നു അർജുൻ. നിർണായകമായ 72 ദിവസങ്ങളിൽ നടന്ന തിരച്ചിലിനിടയ്ക്ക് മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ കോറിയിട്ട 3 പേരുകളുണ്ട്. ഒന്ന് ലോറിയുടെ ഉടമയായ മനാഫിൻ്റേത്, 2 മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ, 3 കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ. ഇതിൽ ലോറി ഉടമ മനാഫിൻ്റെ പേര് ആദ്യം പറയാൻ കാരണമുണ്ട്. അർജുൻ കാണാതായതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തി കൂടിയാണ് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഉടമയായ മനാഫ് അർജുനെയും അർജുൻ സഞ്ചരിച്ച ലോറിയെയും ഒളിപ്പിച്ചതാണെന്നും മനാഫിന് കള്ളക്കടത്തുണ്ടെന്നും അടക്കമുള്ള ആരോപണങ്ങൾ സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതെല്ലാം മനാഫിനെ അത്യധികം തളർത്തിയെങ്കിലും അർജുൻ്റെ കുടുംബത്തിന് നൽകിയ ഒരു വാക്കുണ്ട്, താൻ അർജുനെയും കൊണ്ട് ഷിരൂരിൽ നിന്ന് മടങ്ങി വരുമെന്ന്. അതുപോലെ തന്നെ അർജുനെ കണ്ടെത്തിയ 72-ാം ദിവസവും മനാഫ് കടന്നു വന്ന വഴികൾ ഏതൊക്കെയാണെന്ന് വിമർശിക്കുന്നവർക്ക് ശരിക്കും അറിവില്ല. അർജുനെ തേടിയുള്ള രക്ഷാദൗത്യങ്ങൾ നടക്കുമ്പോഴെല്ലാം മനാഫും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുബീനും മാസങ്ങളോളം ഷിരൂരിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ഈ ഒരു കാര്യം അധികം ആർക്കും അറിയില്ല എന്നതാണ് സത്യം. നാട്ടിൽ സ്വന്തമായി ബിസിനസ് ഉള്ള ആളാണ് മനാഫ്. സ്വന്തം തൊഴിലിടത്തിൽ നിന്നും 1, 2, 3 ദിവസം മാറി നിൽക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്തൊക്കെയാണെന്നും ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെയുള്ളതാണെന്നും നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മനാഫ് എന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യം, അല്ലെങ്കിൽ അദ്ദേഹം അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്നത് നമുക്കിതിൽ നിന്നൊക്കെ വായിച്ചെടുക്കാം. മനാഫ് സ്വന്തം തൊഴിലിടത്തിൽ നിന്നും മാറി നിന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചേർന്ന് മനാഫിനെ പറ്റിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ തടിക്കഷ്ണങ്ങൾ മോഷ്ടിച്ചുവെന്നും മനാഫിൻ്റെ അമ്മ സുഹ്റാബി പറയുന്നു. അതുപോലെ തന്നെ ഷിരൂരിലെ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ മലയാളികൾക്കിടയിൽ മുഴങ്ങിക്കേട്ട മറ്റൊരു പേരാണ് ഈശ്വർ മാൽപെ. പേരിനോടൊപ്പം ഈശ്വരനെ കൂട്ടുപിടിച്ച ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു അവതാരമായി കണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ ദൗത്യത്തിൽ. ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കിനെ തുടർന്ന് നേവി ഈശ്വർ മാൽപെയെ വിലക്കിയപ്പോഴും സ്വന്തം റിസ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ച് അദ്ദേഹം ഒരു ഓക്സിജൻ സിലിണ്ടർ മാത്രം കൊണ്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോയി. അർജുൻ ഉപയോഗിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത് ഷിരൂരിൽ ഈശ്വർ മാൽപെ നടത്തിയ തിരച്ചിലാണ്. 20 വർഷത്തോളമായി ജലാശയങ്ങളിലെ രക്ഷാപ്രവർത്തന മേഖലയിൽ പ്രസിദ്ധനായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഈശ്വർ മാൽപെ. ഇദ്ദേഹത്തെ ഉടുപ്പിയിലെ അക്വാമാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അർജുനെ കണ്ടെത്തിയ ദൗത്യത്തിന് പിന്നിലെ ഈശ്വർ മാൽപെയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. എന്നാൽ അർജുൻ്റെ ലോറി കണ്ടെത്തി ഉയർത്തിയെടുക്കുന്ന സമയം ഈശ്വർ മാൽപെ ഷിരൂരിൽ ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രമായ തിരച്ചിലിന് അനുവാദം ലഭിക്കാത്തതിൽ അധികൃതരുമായി തർക്കത്തിലേർപ്പെട്ടിട്ടാണ് ഈശ്വർ മാൽപെ വിഷമത്തോടെ ദുരന്തമുഖത്തു നിന്നും മടങ്ങിയത്. പാതി വഴിയിൽ മടങ്ങേണ്ടി വന്നെങ്കിലും അർജുൻ എന്ന വ്യക്തി മാൽപെയ്ക്ക് വെറുമൊരു ദൗത്യം മാത്രമായിരുന്നില്ല എന്നത് അർജുൻ്റെ സംസ്കാര ചടങ്ങുകളിൽ നിറകണ്ണുകളോടെ നിന്ന മാൽപെയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. സതീഷ് കൃഷ്ണ സെയിൽ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമായിട്ടുണ്ടാവണം. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ വളരെ വലിയ പങ്കുവഹിച്ചൊരു വ്യക്തിയാണ് കാർവാർ MLA ആയ സതീഷ് കൃഷ്ണ സെയിൽ. അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ സതീഷ് കൃഷ്ണ സെയിലും പങ്കാളിയായി. അദ്ദേഹം അർജുൻ്റെ വസതിയിലെത്തി അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് മടങ്ങിയത്. മലയാളികളുടെ ഒത്തൊരുമയ്ക്കും മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലിനും സതീഷ് കൃഷ്ണ സെയിൽ നന്ദി പറഞ്ഞു. അർജുനെ ജീവനോടെ തിരികെ നൽകാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്നും അന്ത്യകർമ്മങ്ങൾക്കായെങ്കിലും എത്തിക്കാൻ സാധിച്ചതിൽ ആശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എന്തായാലും മനുഷ്യത്വത്തിന് അതിർവരമ്പുകളില്ല എന്ന് തെളിയിച്ച ഒരു തിരുനാളമായി അർജുൻ എക്കാലവും മലയാളികളുടെ മനസ്സിൽ അണയാതെ ജ്വലിക്കുക തന്നെ ചെയ്യും. പ്രിയ സഹോദരന് പേജ് റൂട്ടിൻ്റെ ആദരാഞ്ജലികൾ.